ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നൊരു ഫ്രൈഡേ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിന്ന് വീഡിയോ എടുക്കണമെന്ന് തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി നിങ്ങളെ കമൻസൊക്കെ കണ്ടപ്പോൾ ഒന്ന് എന്തെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണ്. ഫാമിലിയിൽ കുറച്ച് വെഡ്ഡിങ്സൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മാരേജും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കലും പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് നല്ല ബിസിയാണ്. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാത്തത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയും പിന്നെ കടലയും ചെറുപയറും കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു. അങ്ങനത്തെ ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ജുമയുടെ മുന്നേ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സ്ത്രീകൾക്ക് വ്യാഴാഴ്ച അസ്ർ നിസ്കാര ശേഷം നെയിൽസ് കട്ട് ചെയ്യുന്നതും അതുപോലെ പുരുഷന്മാർക്ക് വെള്ളിയാഴ്ച ജുമയുടെ മുന്നേ നെയിൽസ് കട്ട് ചെയ്യുന്നതും സുന്നത്തുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ കട്ട് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ജുമയുടെ മുന്നേ നെയിൽസ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമൊന്നും ഇങ്ങനെ സുന്നത്തുള്ള ദിവസം അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഏത് ദിവസമാണോ ഞാൻ ഫ്രീ ആവുന്നത് ആ ദിവസം നോക്കിയിട്ട് അങ്ങനെ നെയിൽസ് കട്ട് ചെയ്യാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇസ്ലാമിൽ നെയിൽസ് കട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഓർഡറൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും നമുക്കതിൽ ഒരു സുന്നത്തുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വന്നത്. പിന്നീട് ഞാൻ അതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. ഇങ്ങനെയാണ് നമ്മൾ നെയിൽസ് കട്ട് ചെയ്യുന്നതിൻ്റെ ശരിയായ രീതി. അതുപോലെ തന്നെ നമ്മൾ നെയിൽസ് കട്ട് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങുക. പിന്നെ നെയിൽസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈകളും കാലും ഒക്കെ നന്നായി നല്ല വൃത്തിയായിട്ട് കഴുകാതെ നമ്മൾ എവിടെയെങ്കിലും ചൊറിയ അല്ലെങ്കിൽ തൊടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പാണ്ഡുരോഗം വരാൻ സാധ്യത ഉണ്ടെന്നാണ് മഹാന്മാരൊക്കെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഞാനിപ്പോൾ കുറച്ച് മുന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്തതായിട്ട് ഇനി നമ്മൾ കിച്ചണും ഫ്രിഡ്ജും ഒക്കെ നന്നായി ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഐറ്റംസാണ്. ഇതാ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഐറ്റംസാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. 4-in-1 മൾട്ടിപർപ്പസ് ആയിട്ടുള്ള സ്റ്റോറേജ് കണ്ടെയ്നറാണിത്. ഇത് 323 രൂപക്ക് 2 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നമുക്ക് കടല, പയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ കിച്ചണ് വളരെ ചെറുതാണ്, അധികം സൗകര്യമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങി വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിതിൽ നിന്ന് ഓരോ ഐറ്റംസ് എടുക്കാനും നല്ല ഈസി ആയിരിക്കും. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള കണ്ടെയ്നേഴ്സാണ്. നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ വാങ്ങി നോക്കുക. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അധികം റേറ്റും ഇല്ലല്ലോ. 323 രൂപക്ക് 2 എണ്ണം നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്തതിലത്തെ ആദ്യത്തെ ഐറ്റംസ്. ഇനി രണ്ടാമത്തത് നമുക്ക് നോക്കാം. ഇതാ ഈ സൈഡിൽ കാണുന്ന പ്രൊഡക്റ്റാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. ബൈ 1 ഗെറ്റ് 1 ഓഫർ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. 155 രൂപക്കാണ് നമ്മളിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതും 4-in-1 സ്റ്റോറേജ് കണ്ടെയ്നറാണ്. ഇത് ഡ്യൂറബിൾ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ 4 കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള നല്ലൊരു കണ്ടെയ്നറാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടെയ്നർ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെന്നും യൂസ് ചെയ്യുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കറി വെക്കാനൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കിച്ചണിൽ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഏലക്കായ, പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള കുറച്ച് സ്പൈസസൊക്കെ നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. അടുത്തതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്റ്റോറേജ് ബോക്സസ് ആണ്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറേജ് ബോക്സാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ്, ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള
കുറച്ച് ബോക്സസ് ആണ്. ഇത് 8 എണ്ണം വരുന്ന സെറ്റാണ്. 355 രൂപക്കാണ് ഇങ്ങനെ നമുക്ക് 8 എണ്ണം കിട്ടുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ്, എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ 8 എണ്ണം വരുന്ന സെറ്റുണ്ട്, 12 എണ്ണം വരുന്ന സെറ്റുണ്ട്. ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. അടുത്തത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കണ്ടെയ്നറാണ് കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ പിക്കിൽ കാണുന്ന ഈ ഒരു കണ്ടെയ്നറാണ് ഇപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ശരിക്കും ഈ പിക്കിൽ കണ്ട അതേപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ പ്ലാസ്റ്റിക്കാണ്, നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറാണെന്നേ തോന്നുള്ളൂ, പക്ഷേ ഇത് പ്ലാസ്റ്റിക്കാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. നമ്മളിത് കിച്ചണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചൻ്റെ ലുക്ക് തന്നെ മാറും. ഇത് ടോട്ടൽ 24 കണ്ടെയ്നറാണ് ഉള്ളത്. 769 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ശരിക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ്. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നർ നമുക്ക് 24 എണ്ണം കിട്ടുന്നുണ്ടല്ലോ. ഇതുപോലെ 4 സൈസിൽ 6 സെറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതിലുള്ള ഏറ്റവും വലിയ കണ്ടെയ്നർ 1400 ml ആണ് അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. അതിൻ്റെ താഴെയുള്ള സൈസ് 900 ml ആണ് കപ്പാസിറ്റി. പിന്നെ 650 ml, ഏറ്റവും ചെറുത് 350 ml. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കണ്ടെയ്നറിനും ഇങ്ങനെയുള്ള ഓരോ ടീസ്പൂണും ഉണ്ട്. അതും നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് ഈ ഒരു കണ്ടെയ്നർ ഒരുപാട് ഇഷ്ടമായി. ഞാൻ എപ്പോൾ മീഷോയിൽ ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് നോക്കുമ്പോഴും ഇതെപ്പോഴും ഇങ്ങനെ കാണും. അപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാറുണ്ട്. ഇപ്പോഴാണ് ഇത് വാങ്ങാനുള്ളൊരു അവസരം കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ളതല്ല. ഇതൊക്കെ എൻ്റെ മേമയുടെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. മേമാക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രൊഡക്ട്സ് എന്നോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്തതാണ്. ഇവിടെ എനിക്ക് ഇങ്ങനത്തെ കണ്ടെയ്നറൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം വാങ്ങണം. ആദ്യമൊന്നും എനിക്കിങ്ങനെയുള്ള പ്രൊഡക്ട്സിനോടൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഉമ്മ അങ്ങനെ എവിടേക്കെങ്കിലുമൊക്കെ പോയാലും നല്ല നല്ല പാത്രങ്ങളും ഇങ്ങനെയുള്ള കണ്ടെയ്നറൊക്കെ നോക്കുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെയാണ് നോക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ ശേഷം എനിക്ക് ഇങ്ങനെയുള്ള പ്രൊഡക്ട്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കിച്ചണൊക്കെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാനും അതുപോലെ നല്ല നല്ല പാത്രങ്ങളൊക്കെ വാങ്ങി വെക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള പാത്രങ്ങളും കണ്ടെയ്നറും ഒക്കെ ആകുമ്പോൾ വീഡിയോയും നല്ല ഭംഗിയാവില്ല കാണാൻ. ഇൻഷാ അല്ലാഹ് എന്നെങ്കിലും വാങ്ങണം. ഇനി ഇതാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെയ്ച്ചോറും ചിക്കൻ കറിയും. ഉമ്മ ഉണ്ടാക്കിയതാണ് നെയ്ച്ചോറ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മാഷാ അല്ലാഹ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ കുറച്ച് പേരൊക്കെ ദുആ ബുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ പറയുന്നുണ്ട്. അത് ഞാൻ കാണിക്കാം ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഞാൻ നല്ല ബിസി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദുആ ബുക്കും ഖുർആൻ ജേർണലിങ്ങും ഒക്കെ ചെയ്യാം. പിന്നെ കുറച്ച് പേര് നമ്മളെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.